ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയൊരു സ്റ്റാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു A4 ഷീറ്റ് എടുക്കുക. മുഴുവനായിട്ടോ പകുതിയായിട്ടോ എടുത്തതിന് ശേഷം ഇതുപോലെ നടുവേ മടക്കി വീണ്ടും തുറന്ന് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഇതുപോലെ ഒരു 10-15 പേപ്പറെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം അതിലൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ നടുവേ മടക്കി എല്ലാം തന്നെ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഡിസൈൻ ആക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്തതിന് ശേഷം അത് നന്നായി വെട്ടിയെടുക്കുക. എല്ലാ പേപ്പറും ഇതുപോലെ ഭംഗിയായി മുറിച്ചെടുത്തതിന് ശേഷം ഗം തേക്കുക. നടുവേ ഗം തേച്ചത് വീഡിയോയിൽ കാണുന്ന പോലെ നടുവേ ഗം തേച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതുപോലെ നമ്മൾ എത്ര എണ്ണമാണോ ചെയ്തിരിക്കുന്നത് അത്രയും പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കുക. ഇത് പല കളേഴ്സിലും ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം അവസാനം ഒരു ത്രെഡ് വെച്ച് അത് വിടർത്തിയെടുക്കുക. നമ്മുടെ സ്റ്റാർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയൊരു സ്റ്റാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു A4 ഷീറ്റ് എടുക്കുക. മുഴുവനായിട്ടോ പകുതിയായിട്ടോ എടുത്തതിന് ശേഷം ഇതുപോലെ നടുവേ മടക്കി വീണ്ടും തുറന്ന് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഇതുപോലെ ഒരു 10-15 പേപ്പറെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം അതിലൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ നടുവേ മടക്കി എല്ലാം തന്നെ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഡിസൈൻ ആക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്തതിന് ശേഷം അത് നന്നായി വെട്ടിയെടുക്കുക. എല്ലാ പേപ്പറും ഇതുപോലെ ഭംഗിയായി മുറിച്ചെടുത്തതിന് ശേഷം ഗം തേക്കുക. നടുവേ ഗം തേച്ചത് വീഡിയോയിൽ കാണുന്ന പോലെ നടുവേ ഗം തേച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതുപോലെ നമ്മൾ എത്ര എണ്ണമാണോ ചെയ്തിരിക്കുന്നത് അത്രയും പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കുക. ഇത് പല കളേഴ്സിലും ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം അവസാനം ഒരു ത്രെഡ് വെച്ച് അത് വിടർത്തിയെടുക്കുക. നമ്മുടെ സ്റ്റാർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.